നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അർജുനാണ്. അർജുൻ, നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാണ്. നമ്മുടെ CPM-ൻ്റെ അയ്യപ്പ സംഗമം നടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടികൾ തമ്മിൽ ഉണ്ടാകുന്നു. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? CPM-ൻ്റെ ഒരു തന്ത്രം വോട്ട് ബാങ്ക് ആണെന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നൊരു ആക്ഷേപം. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു പോസ്റ്റ് കാർഡിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം നമുക്കറിയാലോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പം അടുത്ത തന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമായിട്ടും രൂപീകരിക്കണമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എങ്ങനെ വോട്ടുകൾ നേടിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് നയിക്കുന്നത്. നിർഭാഗ്യവശാൽ കോൺഗ്രസിനെ കൊണ്ട് അതിനെയൊന്നും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്, അല്ലെ? കോൺഗ്രസിനെ കൊണ്ട് അവരുടെ ഈ പറയുന്ന അവർ വോട്ട് നേടാൻ ശ്രമിക്കുന്ന തന്ത്രങ്ങളൊന്നും ഈ പറയുന്ന പോലെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സാമുദായിക സംഘടനകളെല്ലാം തന്നെ NSS ആയിക്കൊള്ളട്ടെ, SNDP ആയിക്കൊള്ളട്ടെ, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പക്ഷെ വോട്ട് നമ്മൾ നേടുക എന്നുള്ളതിനപ്പുറം ഇതിലൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. വിശ്വാസികളുടെ കൂടെ നിൽക്കുന്ന ഒരു നിലപാടാണ് അന്നും കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. അതെ, പക്ഷേ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ സർക്കാർ അല്ല. പക്ഷേ നമുക്കറിയാം, അന്ന് ഈ നമ്മുടെ സമുദായ സംഘടനകളെല്ലാം തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എതിർക്കണ്ടേ? ഇതിനൊരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് കണ്ടുകൊണ്ടാണ് എന്ന് പറയണ്ടേ, തുടർന്ന് പറയണ്ടേ നേതാക്കൾ? ഇതെല്ലാം ഇതിന് നേരെ മറിച്ചുകൊണ്ട് NSS ആയിക്കൊള്ളട്ടെ, SNDP ആയിക്കൊള്ളട്ടെ ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രമാത്രം ക്രൂര നടപടികൾ ചെയ്ത സർക്കാരിനോടൊപ്പം കൂട്ടുനിൽക്കുകയാണ് ഈ സമുദായ സംഘടനകൾ ചെയ്യുന്നത്. പക്ഷെ അതിനെതിരെ പ്രതികരിച്ച് ഇന്ന് കോൺഗ്രസ് മാത്രമാണ്. UDF ഇന്ന് VDSS ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ചില ചോദ്യങ്ങൾ മുന്നോട്ടിടുകയാണ് ചെയ്തിരുന്നത്. അന്ന് ആ സമരം നടത്തിയവർക്കെതിരെ എടുത്ത കേസുകൾ, അന്ന് എടുത്ത നിരവധി കേസുകളുണ്ട്. അപ്പം ഈ കേസുകളെല്ലാം പിൻവലിക്കുമെന്ന് പലവിധ ആവശ്യങ്ങൾ ജനത്തിന് മുന്നിലേക്ക് ഈ VD സതീശൻ ഉന്നയിച്ചിട്ടുണ്ട്, സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പം എന്താണ് അതിനെ പറ്റിയുള്ള ഒരു നിലപാട്? അല്ല, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഓരോ തെരഞ്ഞെടുപ്പിലും എങ്ങനെ ന്യൂനപക്ഷ പ്രീണമാവട്ടെ, ഭൂരിപക്ഷ പ്രീണമാവട്ടെ വേണ്ട വിധത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ട്. എങ്ങനെ അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതിന്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. CPM-ന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വാസ വിരുദ്ധമാണ്. ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ആവാനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു വിശ്വാസി ആവാനോ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഭൂരിപക്ഷം വിശ്വാസികളായിപ്പോയി. അപ്പോൾ വിശ്വാസികളുടെ ഒപ്പം നിന്നുകൊണ്ട് മാത്രമേ വിശ്വാസികളെ തകർക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ CPM-ന് മനസ്സിലായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും വോട്ട് വൻതോതിൽ കുറയുന്നതായിട്ട് CPM-ന് മനസ്സിലായി. ആറ്റിങ്ങൽ ആയിക്കൊള്ളട്ടെ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ആയിക്കൊള്ളട്ടെ, വൻ തരത്തിൽ കുറയുന്നതായിട്ട്, അത് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് CPM-ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ആ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനായിട്ടുള്ള CPM-ന്റെ ഒരു തന്ത്രമാണ് ഈ അയ്യപ്പ സംഗമം എന്നുള്ളത്. അപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സമുദായ സംഘടനകളും ചെയ്യുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അടിയായി പോയി, അല്ലെ? കാരണം സാമുദായിക സംഘടനകൾ ഇതിനെ എതിർക്കുകയായിരുന്നു വേണ്ടത്. കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം നമുക്കറിയാം, കോൺഗ്രസ് എന്നും മുന്നോട്ട് വെക്കുന്നത് ഒരു സാമുദായിക ഇക്വേഷനാണ് വെക്കുന്നത്. എല്ലാ സാമുദായിക പാർട്ടികൾക്കും സംഘടനകൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒരു ഇക്വേഷനാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്, അല്ലെ? പക്ഷെ എന്നിട്ടും ഈ പറയുന്ന സാമുദായിക സംഘടനകളെല്ലാം തന്നെ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇനിയും ഒരു മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വന്നേക്കാം എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ സർക്കാരിനെ പിണക്കണ്ട, അല്ലെങ്കിൽ CPM-നെ പിണക്കണ്ട നിലപാടിലേക്ക് അവരെത്തുന്നത്. അതുകൊണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം. കാരണം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് മാർട്ടിൻ അതിനെ നോക്കിക്കാണുന്നത്? പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഇപ്പൊ പ്രതിപക്ഷം നയിച്ചിട്ടുള്ള ഒരു വൻകിട സമരം നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഏത് വൻകിട സമരമാണുള്ളത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ മറ്റേ യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കിടയിൽ VD സതീശൻ CPM-നെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ട് ഉറ്റുനോക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും വാർത്ത ഉണ്ടാവുമോ, എന്തെങ്കിലും ബോംബ് പോലുള്ള എന്തെങ്കിലും ന്യൂസ് ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റൊരു നേതാവിന്റെ വാക്ക് കേട്ട് അദ്ദേഹം ചില പ്രസ്താവന നടത്തി എന്നുള്ളതല്ലാതെ യാതൊരു ഞെട്ടിക്കുന്ന പ്രസ്താവനയോ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളോ ഞെട്ടിക്കുന്ന വീഡിയോകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അല്ലെ? അപ്പൊ അതും ദോഷം ചെയ്യുന്ന ആരെയാണ്? UDF-ൽ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു UDF-ൽ ഒരു കൃത്യമായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ അയ്യപ്പ സംഗമമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രത്യക്ഷമായ ഒരു സമരത്തിന് എന്നതിനപ്പുറം ഇപ്പം ഞാനൊരു കാര്യമുണ്ട്, ഇപ്പൊ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ സർക്കാരിനെതിരെ സമരം ചെയ്യുക എന്നത് മാത്രമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ. കൃത്യമായിട്ടൊരു സമീപനം സ്വീകരിക്കുക എന്നത് കൂടിയാണ്. അപ്പം എനിക്കൊന്ന് ഈ യുവതി പ്രവേശനം നടക്കുന്ന സമയത്തും അന്ന് സർക്കാരിനെതിരെ വലിയ തോതിലുള്ള സമരമായിട്ട് മുന്നോട്ട് വന്നത് UDF തന്നെയാണ്.
അതായത് മറ്റ് ഈ സമുദായ സംഘടനകളോടൊപ്പം തന്നെ പരസ്യ സമരവുമായി രംഗത്തെത്തിയിരുന്നില്ല, ഉം. എന്നാൽ ആചാരങ്ങൾക്ക് അല്ല എത്തിയിരുന്നു കാരണം അന്ന് ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. കാരണം ഇത്തരം സമരങ്ങൾ സമരങ്ങൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ അത് പോയിരുന്നു. ശരിക്കും അത് ബി.ജെ.പിക്ക് ഒരു ശ്രേയസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള CPM-ന്റെ ഒരു പദ്ധതിയായിരുന്നു. അതിലവർ വിജയിക്കുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, നമ്മുടെ ശബരിമല 18ാം പടിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിരുന്ന വത്സൻ തില്ലങ്കരിയായിരുന്നു. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി വത്സൻ തില്ലങ്കരിയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അതിനുശേഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. പത്തനംതിട്ടയിലായിക്കൊള്ളട്ടെ, തിരുവനന്തപുരത്തായിക്കൊള്ളട്ടെ, ഓൾമോസ്റ്റ് 30% കൂടുതൽ വോട്ടാണ് ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് ലഭിക്കുന്നത്. അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ബി.ജെ.പി എത്തിച്ചത് CPM-ന്റെ നിലപാട് തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്കറിയാമായിരുന്നു, ശ്രീ വെള്ളാപ്പള്ളി നടേശനൊക്കെ സമത്വ മുന്നേറ്റ ജാഥയുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ഓർത്തിരുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPM-നെയാണ് അത് ശരിക്കും ദോഷകരമായിട്ട് അഫക്ട് ചെയ്യുന്നത്, കോൺഗ്രസിന് അഫക്ട് ചെയ്യില്ല എന്ന് നമ്മൾ കരുതി. പക്ഷെ അന്നും തകർന്നടിച്ചത് കോൺഗ്രസ് ആയിരുന്നു. സമത്വ മുന്നേറ്റ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ വന്നപ്പോൾ തകർന്നടിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അതായത് CPM-ന്റെ ഇത്തരം വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ പിടിച്ചിരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസിന് CPM-ന്റെ വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ ഒന്ന് പിടിച്ചു വെക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നില്ല. അതിനൊരു നെറ്റ്വർക്ക് തന്നെ കോൺഗ്രസിന് ഇല്ലാതെ പോയിരിക്കുന്നു. വലിയൊരു ക്ഷീണം തന്നെ കോൺഗ്രസിന് സംസ്ഥാനത്ത് മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കോൺഗ്രസ് നമുക്കറിയാമല്ലോ, ഒരു അടിമ പാർട്ടിയോ ഒരു കേഡർ പാർട്ടിയോ ഒന്നുമല്ല, ഒരു ആൾക്കൂട്ട പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടറിയണം എങ്ങനെ ഇരിക്കും കോൺഗ്രസിന്റെ പെർഫോമൻസ് എന്നുള്ളത്, നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോഴത്തേനും അന്ന് CPM പറഞ്ഞിരുന്നത് നവോത്ഥാനം എന്നുള്ള രണ്ടാം നവോത്ഥാനം എന്നൊരു നിലയിലാണ് അന്ന് ഈ യുവതി പ്രശ്ന സംഭവത്തെ അവർ മുന്നോട്ട് വെച്ചതും അങ്ങനെയാണ് അവർ പ്രചരിപ്പിച്ചത്. അപ്പൊ അതിനുവേണ്ടി വനിതാ മതിൽ കെട്ടുന്ന അടക്കം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വനിതാ മതിൽ കെട്ടുന്ന അടക്കമുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടിരുന്നു. അല്ല, നവോത്ഥാനമാണോ അവരുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം അതിലോട്ട് ഞാൻ വന്നത്, കാരണം അന്നത് പറഞ്ഞവർ ഇന്ന് നേരെ അടിക്കുകയാണ്. അല്ല, അത് ശരിക്കും CPM-നെ സംബന്ധിച്ചിടത്തോളം അന്ന് ബി.ജെ.പിക്ക് ഒരു അപ്ഷിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലൂടെ ബി.ജെ.പിക്ക് ഒരു അപ്ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നിയമസഭയിൽ ബി.ജെ.പിക്ക് പ്രാതിനിധ്യമില്ല കേരളത്തിന്റെ, അതോടൊപ്പം തന്നെ ലോക്സഭയിലും പ്രാതിനിധ്യമില്ല. പക്ഷേ ഇത് സകല മേഖലകളിലും ബി.ജെ.പിയുടെ ഒരു ആധിപത്യമാണ് നമ്മൾ കാണുന്നത്. ഈ പറയുന്ന പോലെ MLA-മാരോ എം.പിമാരോ ഒരാളുണ്ട്, അല്ലെങ്കിൽ MLA-മാരോ ഒരാളുണ്ട് എന്നുള്ളതല്ല, ബി.ജെ.പിയുടെ ഒരു ആധിപത്യത്തിലേക്ക് അവരെ വളരെ സഹായിച്ചത് ഈ പറയുന്ന CPM-ന്റെ നിലപാടുകൾ തന്നെയാണ്. ഇപ്പൊ പോലീസ് ഫോഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ DGP അജിത് കുമാർ, ശ്രീലേഖ, അതുപോലെ തന്നെ നമ്മുടെ സെൻകുമാർ, സകല മേഖലകളും നമ്മൾ കൈയെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബി.ജെ.പിയുടെ ഒരു ആധിപത്യമാണെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ ഒരു 10 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ ബി.ജെ.പിക്ക് ഇങ്ങനെ വർദ്ധിക്കാനായിട്ട് സഹായിച്ചത് CPM-ന്റെ ഈ പ്രവർത്തനം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയായിരിക്കും അയ്യപ്പ സംഗമം പോവുക. അപ്പൊ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ്. ഇപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് പിന്നെ പോകാൻ കഴിയുക. കാരണം ഇതിൽ മുതലെടുപ്പ് നടത്താൻ കഴിയുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ മുതലെടുപ്പ് നടത്താൻ കഴിയുന്നത് ബി.ജെ.പിക്കാണ്. CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുതലെടുപ്പ് നടത്താൻ കഴിയുന്നത്, അതും എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഒരു വോട്ട് ബാങ്കിനെ നഷ്ടപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലേക്ക് വരുന്ന ചില ഭൂരിപക്ഷ വോട്ടുകൾ ഉണ്ടല്ലോ, ആ ഭൂരിപക്ഷ വോട്ടുകളെ കൂടി നഷ്ടപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായിട്ടുള്ള ചില ന്യൂട്രൽ വോട്ടുകളെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് അടർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, CPM ന്യൂനപക്ഷ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് സദ്ദാം ഹുസൈന് വേണ്ടിയിട്ട് ഹർത്താൽ നടത്തിയിട്ടുണ്ട്. പാലസ്തീന് വേണ്ടി, ഗാസയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അന്ന് വ്യക്തമായിട്ട് അവർക്ക് ന്യൂനപക്ഷ വോട്ട് എങ്ങനെ കൈക്കലാക്കാമെന്നറിയാം. ഇന്ന് അതുപോലെ തന്നെ അവര് ഭൂരിപക്ഷ വോട്ട് കൈക്കലാക്കാൻ നോക്കുന്നു, ഒരു തേർഡ് ടേമിന് വേണ്ടി കൊതിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതിനകത്തൊരു ഈ പറയുന്ന ബി.ജെ.പി ആയിട്ടുള്ളൊരു അന്തർധാര സജീവമാണോ? അന്തർധാര സജീവമാണോ എന്നുള്ളത് നമ്മൾ അവരെ പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ ലാവലിൻ കേസൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്, DGP അജിത് കുമാറിനെതിരെ നിലപാടെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, CM-ഉമായിട്ടുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം തന്നെ ഒരു അന്തർധാര സജീവമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു രീതി കുറെ കാലമായിട്ട് ഇപ്പം CPM-ലും ഇല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും ഇല്ല. ഇപ്പം വോട്ടധികാര യാത്ര നടക്കുന്നു, അങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നു. പക്ഷെ എപ്പോഴും CPM ഇപ്പോഴും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് കേരളത്തിലെ CPM നേതാക്കൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. നേതാക്കൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം അർജുൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഒരു അന്തർധാര ചിലപ്പോൾ സജീവമായിട്ടുണ്ടായിരിക്കും. അന്തർധാര ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. ഒരിക്കൽ കൂടി ഒരു ടേം കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്താവും കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇപ്പൊ ഒരു ടേം കൂടി കോൺഗ്രസ് അതേ ഈ പറയുന്ന പ്രതിപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് വരെ മറുകണ്ഠം ചാടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ ഞാൻ പറയേണ്ടതില്ലല്ലോ, ഒരു ടൈം കൂടിയാണ്. അപ്പൊ അതിനെല്ലാം പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ് വേണ്ടത്. ഒരു ചിട്ടയുടെ പ്രവർത്തനത്തിലൂടെ പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. പക്ഷെ ദൗർഭാഗ്യപരമെന്ന് പറയട്ടെ, കോൺഗ്രസിൽ എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷവും നേതാക്കന്മാർ മാത്രമാണ്, അല്ലേ?
ഇങ്ങനെ അണികളെ മുൻനിർത്തിക്കൊണ്ട് സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനൊന്നും കോൺഗ്രസ് തയ്യാറാവുന്നില്ല. അല്ല എന്തായാലും ഇപ്പം ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഈ അയ്യപ്പ സംഗമ വിഷയത്തിൽ ചിലപ്പം ഒരു പക്ഷേ കോൺഗ്രസിന് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും എന്നാണ് ഞാൻ അല്ല അപ്പോഴും ഈ സാമുദായിക സംഘടനകളുടെ നിലപാടല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം സാമുദായിക സംഘടനകൾ ഗവൺമെന്റിന് സപ്പോർട്ടായിട്ട് വരുന്നു, ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നു. അപ്പോ എങ്ങനെയാണ് ഇനിയിപ്പോ വിശ്വാസികളെ തിരിച്ചറിയുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്ര കാലം അല്ല ഇതിന് നേതൃത്വം നൽകുന്നവര് സർക്കാരിന് കൂടെ പിടിക്കുകയാണ്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അന്ന് ഈ ശക്തിയുക്തമായിട്ട് ഈ പറയുന്ന ഗവൺമെന്റിന്റെ നിലപാടുകളൊക്കെ എതിർത്ത പ്രസ്ഥാനമാണ് NSS ഒക്കെ, നമുക്കറിയാലോ അല്ലെ? പരസ്യമായിട്ട് രംഗത്ത് വന്നാണ്. ഇന്ന് അവരതിന് കൂടെ പിടിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വോട്ടിന്റെ ഒരു ഇത് തന്നെ ആയിരിക്കും. ഒരു പക്ഷേ ജനങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നൊരു തോന്നൽ ഈ സമുദായ സംഘടന നേതാക്കന്മാർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും വിശ്വാസികൾ എന്തായാലും അത് തിരിച്ചറിയട്ടെ. എന്തായാലും വിശ്വാസികൾ എന്തായാലും ഈ ഒരു കപടത തിരിച്ചറിയട്ടെ. യഥാർത്ഥ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കുന്നവർക്കൊപ്പം അവർ നിൽക്കട്ടെ. അതെ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ.